കോട്ടയം തിരുവാതുക്കലിലെ കൊട്ടാര സദൃശമായ വീട്, വലിയ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വീട്ടിൽ രാത്രി എന്തു നടന്നാലും പുറം ലോകം അറിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഇരട്ട കൊലപാതകം നേരം പുലരും വരെയും ആരും അറിയാതെ പോയത്. രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരി കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതാണ്. വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും വീടിനുള്ളിൽ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. വിജയകുമാറിനെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമായിരുന്നു. ദമ്പതികളെ ആക്രമിക്കാൻ കൊലയാളി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച രണ്ടുപേരുടെയും ദേഹത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ആസൂത്രിതമായ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അസം സ്വദേശിയായ മുൻ വീട്ടുജോലിക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. വിജയകുമാറിനെ മുൻവശത്തെ മുറിയിലും ഭാര്യ മേരിയെ കിടപ്പുമുറിയിലുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും ശരീരം മുഴുവൻ മാരകമായ രീതിയിൽ മുറിവുകളുണ്ട്. രാവിലെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ സമീപത്തെ കടയിൽ അറിയിക്കുകയും കടയുടമ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. സംഭവം ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 5:30 കഴിഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്നത് ഞാൻ 18 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന. ഇന്നലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി വന്നപ്പോൾ രാവിലെ ഒരു 8:45 ആയപ്പോൾ ഞാൻ ഇവിടെ അകത്ത് വന്ന് വെള്ളടിച്ചിട്ട് കഥക് തുറക്കാഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന വാച്ച്മാന്റെ ഫോണെ വിളിച്ച് അയാൾ വന്ന കഥക് തുറന്ന് ഞാൻ അകത്ത് കയറി അടുക്കള വെച്ച് ചെന്നപ്പോഴത്തേനും അടുക്കള കഥക് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വാതിൽക്കോട്ട് വന്ന് കയറുമ്പോഴത്തേനും സാറിന്റെ മുറിലോട്ട് എത്തി നോക്കിയപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണാം സാറ് അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അയ്യോ ചേച്ചി പറയാലും ചേച്ചിയുടെ മുറി ചേച്ചി മരിച്ചു കിടക്കുന്ന കാണും. അസം സ്വദേശിയായ മുൻ വീട്ടുജോലിക്കാരനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. വിജയകുമാറിന്റെ മൊബൈൽ തട്ടിയെടുത്ത് ജോലിക്കാരനായിരുന്ന അമിത് ഒറാങ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പണം തട്ടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഇതിനുശേഷം വിജയകുമാറിന്റെ വീട്ടിലെത്തിയ ഇയാൾ ബഹളം വെച്ചതായി നാട്ടുകാർ പറയുന്നു. രണ്ടും മൃതദേഹം രക്തം മാറുന്ന നിലയിലാണ്. അതെ, മുഖം കാണാൻ മേല, മുഖം തലയെല്ലാം വലിയ പൊട്ടിച്ച് അങ്ങനെ കിടക്കുന്നത്. അകത്ത് കോടാലി ഇരിപ്പുണ്ടായിരുന്നു. നായില്ല, വളർത്തുനായ ഉണ്ടായിരുന്നു. ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി. ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഒരനക്കം ഇല്ലാതെ വാതിൽ തുറന്നിട്ടാണ്. വീട്ടുജോലിക്കാരി രാവിലെ അവർ വന്നപ്പോൾ അറിയുന്നു. ഇവർ രണ്ടുപേരും തനിച്ച ഇവർ താമസമുള്ളായിരുന്നു. മകൻ മരിച്ചുപോയി. മകള് അമേരിക്കയിലാണ്, ഡോക്ടറാണ്. 2017 സെപ്റ്റംബർ 2 വിജയകുമാറിന്റെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇതിൽ കഴിഞ്ഞ മാസം CBI അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ കേസുമായി നിലവിലെ സംഭവത്തിന് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതേസമയം CBIയും കൊലപാതകം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി. അമേരിക്കയിലുള്ള മകൾ എത്തിയ ശേഷമാവും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം. ന്യൂസ് 18 കോട്ടയം.